ഹീറോ മോട്ടോകോർപ്പ് ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആയിട്ട് ഒരുപാട് കമ്മ്യൂട്ടർ ബൈക്സ് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 110 ആൻഡ് 125 സെഗ്മെൻറ്റിൽ അവർക്ക് ഇഷ്ടം പോലെ കമ്മ്യൂട്ടർ ബൈക്സ് ഉണ്ട്. അത് ഒരുപാട് അവർ സെല് ചെയ്യുന്നുണ്ട്. എന്നാൽ 125cc കമ്മ്യൂട്ടർ ബൈക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ബോറിംഗ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്നെ വിളിക്കാൻ സാധിക്കും. കാരണം ജസ്റ്റ് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾസ് ആണ്. ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആളുകളും അത് ഉപയോഗിക്കുന്നത്. ദേ ആർ എഫിഷ്യൻറ്റ്, ദേ ആർ കംഫർട്ടബിൾ, ദേ ആർ വെരി വെരി കൺവീനിയൻറ്റ്. പക്ഷേ ആ ഒരു ബോറിംഗ് പാർട്ട് മാറി കുറച്ചും കൂടെ എൻഗേജിങ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസോട് കൂടിയിട്ടാണ് ഹീറോ മോട്ടോകോർപ്പ് ഈ ഒരു ഏറ്റവും പുതിയ എക്സ്ട്രീം 125R ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 18 വയസ്സിൽ തുടങ്ങി 40 വയസ്സ് വരെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് മെയിനായിട്ടും ഈ ഒരു മോട്ടോർ സൈക്കിളിനെ ഹീറോ മോട്ടോകോർപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് മുകളിലേക്കുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ഇഷ്ടം പോലെ ലൈനപ്പ് ഹീറോയുടെ ഭാഗത്തുണ്ട്. അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നതും ഇതുപോലുള്ളൊരു മോട്ടോർ സൈക്കിളിനായിരുന്നു. ആക്ച്വലി ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായി. പക്ഷേ അന്ന് മുതലേ നിങ്ങൾ ഒരുപാട് പേര് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ബ്രോ ഇതിൻ്റെ റിവ്യൂ ചെയ്യണം, ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരണം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനൊരു അവസരം കിട്ടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ലാക്ക് ഓഫ് സപ്പോർട്ടാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വാഹനങ്ങൾ കിട്ടാത്തത്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനലിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഈ വാഹനം നമുക്ക് റിവ്യൂനായിട്ട് വന്നിരിക്കുന്നത് BH ഹീറോ 15 ഹീറോയുടെ 2.0 കോൺഫിഗറേഷനിൽ വരുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ന്യൂവസ്റ്റ് ഷോറൂമുകളിലൊന്നാണ് BH ഹീറോ 15. അപ്പോൾ നിങ്ങൾക്ക് ഹീറോ മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽ, സർവീസ്, സ്പെയർ പാർട്ട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു 125cc ബൈക്കിൻ്റെ ഡിസൈനേ അല്ല, അതിന് മുകളിലുള്ളൊരു ക്ലാസ്, അതായത് 150 സെഗ്മെൻറ്റിലൊക്കെ വരുന്ന വാഹനങ്ങളുടെ ഒരു വലിപ്പവും ഡിസൈൻ ലാംഗ്വേജുമാണ് ഹീറോ മോട്ടോകോർപ്പ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണവും കൂടിയുണ്ട്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹീറോയുടെ തന്നെ എക്സ്ട്രീം 160 2Vയുടെ ബേസിൽ വരുന്ന അതാണ്. അതായത് ഇതിൻ്റെ ഷാസിയും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വാഹനത്തിൽ നിന്നും ഹീറോ ഇതിലേക്ക് കടം കൊണ്ടിട്ടുള്ളവയാണ്. പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പുതിയ എഞ്ചിനെയൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ട്വിക്കിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രെയിമിൽ അവർ നടത്തിയിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം ആൻഡ് ബിഗ്ഗസ്റ്റ് ഡിസൈൻ ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വാഹനത്തിനടുത്ത് നിൽക്കുമ്പോഴും ഇതെവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോഴും ഇത് റോഡ് കൂടെ പോകുമ്പോഴും ഇതിൽ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴും നമ്മളൊരു 125cc ബൈക്ക് അല്ലാണ്ട് അതിൽ മുകളിലത്തെ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഫീൽ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ കാണുന്ന 10 ലിറ്റർ ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ബിഗ് ടാങ്ക് ഫീൽ നൽകുന്ന ഒരു ഫ്യൂൽ ടാങ്ക് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിൽ എക്സ്ട്രീമിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിന് കൊടുത്തിരിക്കുന്ന ഡ്യുവൽ ടോൺ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പ്രീമിയം ആൻഡ് സ്പോർട്ടി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാങ്കിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ടാങ്ക് കൗളും ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് നമുക്കിതിലിരിക്കുന്ന സമയത്തും സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിയ ബൈക്കായിട്ട് ഫീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ്. ഒരിടത്തും നമുക്ക് അൺഈവൻ പാനൽ ഗ്യാപ്സോ അതുപോലെ തന്നെ റാറ്റ്ലിംഗ് നോയ്സോ പോലെയുള്ള കാര്യങ്ങൾ കാണാനേ സാധിക്കില്ല. മാത്രമല്ല വാഹനത്തിൽ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് ഈ ഒരു ടാങ്കിൽ നമ്മുടെ കാലുകൊണ്ട് ഗ്രിപ്പ് ചെയ്യാനും അടിപൊളിയാണ്. ഹെഡ് ലാമ്പ് ഏരിയയിലേക്ക് വരുമ്പോഴും കഥ വേറൊന്നുമല്ല, ഒരു വളരെ അഗ്രസീവ് ആൻഡ് സ്പോർട്ടി കൈൻഡ് ഓഫ് ഹെഡ് ലാമ്പ് ഡിസൈനാണ്. ആക്ച്വലി ഈ ഒരു ഡിസൈന് വളരെ സബ്ജക്റ്റീവാണ്. കാരണം ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ്. എന്തായാലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വാഹനത്തിന് നല്ലൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ കാവാസാക്കിയുടെ Z1000 മോഡലുമായിട്ട് ചെറിയൊരു റിസംബ്ലൻസ് എവിടെ നിന്നൊക്കെയോ നമുക്ക് തോന്നിക്കുന്ന പോലെയുള്ളതാണ്. ഇനി ലൈറ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾ LED ലൈറ്റിംഗ് സെറ്റപ്പാണ് നമുക്ക് വരുന്നത്. അത് ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ഫീച്ചർ തന്നെയാണ്. കാരണം 125cc ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ LED ലഭിക്കില്ല. ഈ ഒരു വാഹനത്തിൽ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് LED ടെയിൽ ലാമ്പ്സ് വന്നിട്ടുണ്ട്. ലൈറ്റിംഗിലും ഹീറോയുടേതായിട്ടുള്ള ടച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന DR നമുക്ക് ഒരു H ഷേപ്പിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെയിൽ ലാമ്പിലും നമുക്കൊരു H ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓവറോൾ ലൈറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് നല്ല പ്രീമിയം ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും തോന്നുന്നവയാണ്. അതേപോലെ ഹെഡ് ലാമ്പിൻ്റെ വിസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡ് ലാമ്പ് എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് നേരത്തെ ഡിസൈനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 150cc അടുത്ത് പെർഫോമൻസ് വരുന്നുണ്ട് ഈ ഒരു ഹെഡ് ലാമ്പ്. അത്യാവശ്യം നമുക്ക് ഒരു വൈഡ് ത്രോയും സ്ട്രെയിറ്റ് ലൈൻ ഇൻറ്റൻസിറ്റി ഒക്കെ തന്നെ തരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഒരുപാട് വലിയ ബൈക്കുകൾ കിട്ടുന്ന അത്ര ഒരു വലിയ ഇലൂമിനേഷൻ പ്രതീക്ഷിക്കരുത്.
ഒരു കമ്മ്യൂട്ടർ ബൈക്കിനെ സംബന്ധിച്ച് നമുക്ക് സിറ്റി ട്രാഫിക്കിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റി സ്ട്രീറ്റ്സിലൂടെ നമ്മുടെ നാട്ടും പുറത്തുള്ള വഴികളിലൂടെയൊക്കെ തന്നെ പോകുമ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഹെഡ് ലാമ്പ് പെർഫോമൻസ് ആണ് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കുറ്റം പറയാനൊന്നുമില്ല. ഇനി അതിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ. ഈ സസ്പെൻഷനും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഹീറോയുടെ 160 മോഡലിൽ വരുന്ന അതേ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതായത് 37 mm ഡയമീറ്റർ വരുന്ന സസ്പെൻഷൻ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു വാഹനത്തിലും കാണാൻ സാധിക്കില്ല. സാധാരണ 125cc ബൈക്കുകളിലൊക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്കിന്നി ട്യൂബ് വരുന്ന സസ്പെൻഷൻ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ ഒരു 37 mm ഫോർക്ക് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റിയിലും ഹാൻഡ്ലിങ്ങിലും നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ മുന്നിലേക്ക് പോകുമ്പം ആ റൈഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം. നൗ ലെറ്റ്സ് കം ടു ദ ടയേഴ്സ്, വീൽസ് ആൻഡ് ബ്രേക്സ്. ബ്രേക്സിൻ്റെ കാര്യം പറയുമ്പോഴും ഇതിലൊരു സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചർ ഉണ്ട്. അതായത് 125cc പ്രീമിയം കമ്പ്യൂട്ടർ ബൈക്സിൽ സിംഗിൾ ചാനൽ ABS കൂടി വരുന്ന ഒരു മോഡലാണ് നമ്മുടെ എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. 276 mm ഈ ഒരു ഡിസ്കിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സിംഗിൾ ചാനൽ ABS മോഡൽ അല്ലാണ്ട് നമുക്കൊരു IBS മോഡലും കൂടെ വരുന്നുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് ടെക്നോളജിയോടെ വരുന്ന ഒരു മോഡലൂടെ ഉണ്ട്. അതിൽ നമുക്ക് 240 mm ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. രണ്ട് മോഡൽസിൻ്റെയും ബാക്ക് ബ്രേക്ക് 130 mm ഡ്രം തന്നെയാണ്. പൊതുവേ ഈ ഒരു കാറ്റഗറി വരുന്ന വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്കും സ്റ്റോപ്പിംഗ് പവറും ഒക്കെ തരുന്ന ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ABS ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അഡീഷണൽ സേഫ്റ്റി ഫീൽ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ആ ഒരു ലിവറിയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും വണ്ടിയുടെ ഓവറോൾ സ്റ്റോപ്പിംഗ് പവറും ഒക്കെ തന്നെ വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഹീറോ ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഡ്രം ആണെങ്കിൽ കൂടി നമുക്ക് അതിൽ നിന്നും നല്ല ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്കും സ്റ്റോപ്പിംഗ് പവറും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ബ്രേക്കിംഗ് തരുന്ന വാഹനമാണിത്. സെഗ്മെന്റിൽ തന്നെ വൈഡർ ടയേഴ്സുമായിട്ട് വരുന്നൊരു വാഹനം എന്നാണ് ഹീറോ ഇതിനെ ക്ലെയിം ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 90/90 സെക്ഷൻ ട്യൂബ്ലെസ് ടയറും ബാക്കിൽ 120/80 സെക്ഷൻ ട്യൂബ്ലെസ് ടയറുമാണ് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതുള്ളത്. MRFന്റെ പുതിയ സാപ്പർ FS സീരീസ് ഓഫ് ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വാഹനത്തിന് വേണ്ട ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ടയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കോർണേഴ്സിലായിക്കോട്ടെ, സ്ട്രെയിറ്റ് ലൈൻസിലായിക്കോട്ടെ, വെറ്റിലായിക്കോട്ടെ, ഡ്രൈയിലായിക്കോട്ടെ, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ ടയേഴ്സിൽ തന്നെ സാധിക്കുന്നുണ്ട്. ഹേ ബിക്സ്ബി, how much is 175 centimeter in feet? 175 centimeters is equal to about 5.741469 feet. 5.7. പണ്ടം കണ്ടാണോ 175 കണ്ടായിരുന്നു. ഐഫോൺ എന്ത് പറയുന്നത് നോക്കാം. 1 ഞാൻ 175 ഉണ്ട് അതിന് മുമ്പ്. മീറ്ററോ? അത് തന്നെ 175 സെന്റിമീറ്റർ ആണ്. 165 സെന്റിമീറ്റർ ആണ് 1.65 മീറ്റർ. ഞാൻ 175 ഉണ്ടെന്ന് ടേപ്പ് വെച്ച് അളക്കുമ്പോൾ. ഏകദേശം 175 സെന്റിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 5.7 ഫീറ്റ് ഹൈറ്റുള്ള ഒരാൾ ഈ ഒരു വാഹനത്തിൽ ഇരുന്നാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മുടെ സീറ്റിംഗ് പോസ്റ്റർ വരുന്നത്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് റിലാക്സ്ഡ് ആണ്, കംഫർട്ടബിൾ ആണ്, പക്ഷേ കുറച്ച് സ്പോർട്ടിനെസ്സോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി കമ്മ്യൂട്ട്സ് ഒക്കെ തന്നെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ രസമാണ് ഈ ഒരു വണ്ടി ഈ ഒരു സീറ്റിംഗ് പോസ്റ്റർ ഇരുന്ന് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഈ ഒരു ഫുഡ് പെക്കുന്ന പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നേരെ മിഡിൽ സെറ്റായിട്ടാണ് വരുന്നത്. എങ്കിലും നമുക്ക് കുറച്ച് കാല് മടങ്ങിയിരിക്കുന്ന ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പോലെയുള്ളൊരു ഫീൽ തരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കിയാൽ തന്നെ ഒരുപാട് വൈഡ് അല്ല, എങ്കിലും കുറച്ച് നമ്മുടെ അടുത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹാൻഡ് റീച്ച് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിനെ പിടിക്കാൻ സാധിക്കും. സോ ഓവറോൾ നമ്മളിതാ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു വാഹനത്തിരിക്കുന്നത്. എൻ്റെ നടു ഒട്ടും തന്നെ സ്ട്രെസ്ഡ് അല്ല, എൻ്റെ ഷോൾഡേഴ്സ് ഒട്ടും തന്നെ സ്ട്രെസ്ഡ് അല്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്റർ തന്നെയാണ് ഞാനിതിലിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 794 മില്ലിമീറ്ററാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ളവർക്കും ബിഗിനേഴ്സിനും ഒക്കെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. ഇനി വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ 136 കിലോഗ്രാമോളമാണ് ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. സോ അത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, പഠിച്ച് കഴിഞ്ഞിട്ട് ഉടനെ വണ്ടി എടുക്കുന്ന ഒരാളാണ്, ഹൈറ്റ് കുറവുള്ള ഒരാളാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. പിന്നീട് ഞാൻ സസ്പെൻഷൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിനെ പറ്റിയിട്ട് പറയാമെന്ന്. ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സസ്പെൻഷൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവും. ഫ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 37 മില്ലിമീറ്ററിൻ്റെ ടെലസ്കോപ്പിക് ഫോർക്ക് ആണെങ്കിൽ ബാക്കിൽ നമുക്ക് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോവയുടെ മോണോഷോക്കാണ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ മോണോഷോക്ക് വരുന്ന രണ്ടാമത്തെ വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. TVS റൈഡർ കഴിഞ്ഞാൽ അടുത്ത മോണോഷോക്കുമായിട്ട് വരുന്ന ഒരു വാഹനമാണിത്. പക്ഷേ റൈഡറിനേക്കാളും കുറച്ചും കൂടെ നമുക്കിത് സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യും കയറിയിരിക്കുന്ന സമയത്തേക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഷോവയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സസ്പെൻഷൻ ഹീറോ മനോഹരമായിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബാലൻസ് കിട്ടും.
എത്ര പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ കൂടെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും നല്ലൊരു കംഫർട്ടബിൾ റൈഡാണ് ഈ ഒരു സസ്പെൻഷൻ ഭാഗത്തു നിന്ന് വരുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡ് എടുക്കുന്ന സമയത്താണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് സ്ട്രൈറ്റ് ലൈൻ ഹൈ സ്പീഡ്സിലും അതുപോലെ തന്നെ കോർണർ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 125cc ആയതുകൊണ്ട് തന്നെ കോർണറിങ്ങിനൊന്നും അത്ര ഫണ്ട് കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദ ഫൺ ടു റൈഡ് 125cc മോട്ടോർ സൈക്കിൾസ് എന്ന് ഞാൻ ഇപ്പോൾ തന്നെ അടിവരയിട്ട് എഴുതി പറയാം. കാരണം കോർണേഴ്സിലാണെങ്കിലും സ്ട്രൈറ്റ് ലൈൻസിലാണെങ്കിലും നമുക്ക് വളരെ സ്പോർട്ടി ആയിട്ട് ഓടിക്കാം. ഈ ഒരു എഞ്ചിൻ്റെ ക്യാരക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓവറോൾ സീറ്റിംഗ് പോസ്റ്റർ, ഈ സസ്പെൻഷൻ പെർഫോമൻസ് ഒക്കെ തന്നെ നമ്മളെ കംഫർട്ടബിൾ പ്ലസ് സ്പോർട്ടി ആയിട്ടുള്ള ഒരു റൈഡ് ഓഫർ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സീറ്റിൻ്റെ കാര്യം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം കാണുമ്പോൾ ഒരു സ്പോർട്ടി ലുക്കുണ്ട്. മാത്രമല്ല ഇറങ്ങിയിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ഒരു ലോവർ ബാക്ക് ഏരിയയിൽ ചെറിയൊരു സപ്പോർട്ട് ഈ ഒരു ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഇറങ്ങി നമുക്ക് കുറച്ചുകൂടെ ടാങ്ങിനെ ഹഗ് ചെയ്യാം. എന്നാൽ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നാൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നല്ല കുഷ്യൻഡാണ്. ഇച്ചിരി എക്സ്ട്രാ കുഷ്യൻഡ് എന്നൊരു സംശയമുണ്ട്. കാരണം ഹൈവേസിൽ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ഈ ഒരു കുഷ്യനിങ്ങിൽ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മരവിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ടിങ് ടൈമുകൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അതേപോലെയാണ് പില്ലിയൻ കംഫർട്ടിൻ്റെ കാര്യം. ഞാൻ ബാക്കിലിരുന്നും യാത്ര ചെയ്തു. ആ സമയത്തും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ബാക്കിലിരിക്കാം. ഒന്നാമത്തെ കാര്യം, കാരണം നമുക്ക് വലിയ 2 കിഡിലൻ ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലഗേജും വെച്ച് കെട്ടാൻ സാധിക്കും. വൈഡർ ആൻഡ് കുഷ്യൻഡ് പില്യൺ സീറ്റും കൂടിയാണ് ഇതിൽ വരുന്നത്. പിന്നീട് ഈ ഒരു ഹൈറ്റ് നമുക്ക് കയറാനും ഇറങ്ങാനും ചില ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ വാഹനത്തിൽ ഒന്ന് കയറിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. കുഴിഞ്ഞിരിക്കാനോ 180mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഓഫ് റോഡ് കണ്ടീഷൻസിലൂടെയും വലിയ സ്പീഡ് ബംസിലൂടെയൊക്കെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഷാസിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ടൈപ്പ് ഫ്രെയിമാണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 160R 2 വീല് വരുന്ന അതേ ഷാസി തന്നെയാണ് ഇതിലും ഹീറോ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ട്യൂബ് ടൈപ്പ് സ്വിങ്ങാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഷാസി നമ്മളെ ഒരുപാട് ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങിനും കംഫർട്ടിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം സൈഡിൽ നിന്ന് നോക്കാനും വളരെ സ്പോർട്ടി ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ഒരു വലിയ ബൈക്കിൻ്റെ ഫീൽ തരുന്നുണ്ട്. പ്ലസ് ഈ ഒരു എക്സോസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. വളരെ ഷോർട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി എക്സോസ്റ്റ് ഡിസൈനാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഇതിൻ്റെ ഈ ഒരു സ്പോർട്ടി ഡിസൈനുമായിട്ട് വളരെ നല്ല രീതിക്ക് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു എക്സോസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഡിസൈൻ മാത്രമല്ല ഇതിൻ്റെ സൗണ്ടും അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു 125cc സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നൈസ് സ്പോർട്ടി സൗണ്ട് തരുന്ന ഒരു എക്സോസ്റ്റ് കൂടിയാണിത്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. വളരെ നല്ലൊരു സ്ലീക്ക് ആൻഡ് സ്പോർട്ടി ടെയിൽ ഡിസൈനുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാണുന്ന ടെയിൽ ടൈഡി അതുപോലെ ഈ കാണുന്ന ടയർ ഹഗ്ഗർ ഒക്കെ തന്നെ വളരെ പ്രീമിയം ആൻഡ് സ്പോർട്ടി ഫീൽ നമുക്ക് വാഹനത്തിൽ തരുന്നുണ്ട്. ഒരു 125cc മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിക്ക് മുകളിലുള്ള ഒരു ഡിസൈനായിട്ട് തന്നെയാണ് എനിക്ക് ഈ ബാക്ക് വശം തോന്നുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ വിഡ്ത്തൊക്കെ തന്നെ ഇതുപോലുള്ളൊരു വാഹനത്തിന് ഓക്കേഷ് കൈൻഡ് ഓഫ് ആണ്. പിന്നീട് ഇതിൻ്റെ സാരി കാർഡിൻ്റെ ഡിസൈൻ വരുന്നത് ഭയങ്കര യൂണീക്കായിട്ടാണ്. സാധാരണ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വലിയ ഗ്രില്ല് വെച്ച് വിടുന്നതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ടയറിന് മുകളിൽ, അതായത് നമ്മുടെ ഒരു ചെയിൻ കവറിന് മുകളിലായിട്ട് ടയറിനെ കവർ ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഒരു സാരി കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു വലിയ ഗ്രിൽ ടൈപ്പ് ഓഫ് സാരി കാർഡ്സ് വെച്ചിട്ട് വാഹനത്തിന് അഡീഷണൽ വെയിറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് ഇല്ലാതാക്കുകയോ ഹീറോ ചെയ്തിട്ടില്ല. അതും വളരെ ആലോചിച്ച് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇതിൻ്റെ മിറർ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ എസ്തെറ്റിക്കലി ഇറ്റ്സ് ഓക്കെ. വാഹനത്തിൻ്റെ ഒരു ഷാർപ്പ് ഡിസൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ വിസിബിലിറ്റി അങ്ങനെ വലിയ രീതിക്കൊന്നും നമുക്ക് തരുന്നില്ല. ജസ്റ്റ് നമ്മുടെ സിറ്റി കമ്മ്യൂട്ട്സിലൊക്കെ തന്നെ എന്തെങ്കിലും പുറയിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പുതിയ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ എക്സ്പ്രസിലൊക്കെ നമ്മൾ കണ്ട പുതിയ ഹീറോ സ്വിച്ച് ഗിയേഴ്സാണ് നമുക്ക് ഇതിലും വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹൈ ബീം, ലോ ബീം, ഹസാർഡ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, പാസ് പോലെയുള്ള സ്വിച്ചുകളും റൈറ്റ് സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ചുമാണ് വന്നിട്ടുള്ളത്. നൗ കമ്മിങ് ടു ദ എഞ്ചിൻ, ഒരു 125cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 2 വാൽവ് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. 124.7cc ടു ബി പ്രിസൈസ്. 11.4 bhp പവർ, 8250 RPM-ലും 10.5 Nm ടോർക്ക്, 6500 RPM-ലാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ഒരു എഞ്ചിൻ നമ്മൾ ഗ്ലാമറിൽ കണ്ടിട്ടുള്ള ആ ഒരു 125cc എഞ്ചിനെ എടുത്ത് ഈ ഒരു എക്സ്ട്രീമിൻ്റേതായിട്ടുള്ള രീതിക്ക് മോഡിഫൈ ചെയ്തതാണ് ഹീറോ. അതായത് എക്സ്ട്രാ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇതിൽ കൗണ്ടർ ബാലൻസർ ഷാഫ്റ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ ക്യാരക്ടർ ഹീറോ ട്യൂൺ ചെയ്യിക്കുന്നത് കുറച്ചും കൂടി ഒരു അഗ്രസീവ് സൈഡിലേക്ക്. അതായത് ഗ്ലാമറിൽ ഒരു ടിപ്പിക്കൽ കമ്മ്യൂട്ടർ എഞ്ചിൻ
എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ആ ഒരു സ്പോർട്ടിനെസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു എഞ്ചിനാണ്. അപ്പം അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഒരു കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റ് കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ഒരു സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എഞ്ചിനെ SOSC എഞ്ചിനെ നമ്മൾ സ്പോർട്ടി രീതിയിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വൈബ്രേഷൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അത് ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ടാണ് ഇതിൽ ബാലൻസർ ഷാഫ്റ്റ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു എഞ്ചിനെ വിളിക്കാൻ സാധിക്കുന്നത്. കാരണം ത്രൂ ഔട്ട് ദ റേഞ്ച് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫേർട്ട്ലെസ് പെർഫോമൻസ് ആണ് ഇത് കാഴ്ചകൊണ്ടിരിക്കുന്നത്. 10.5 Nm ടോർക്ക് എന്ന് പറയുന്നത് ഇത്തരം ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ടോർക്ക് ഫിഗർ തന്നെയാണ്. പക്ഷേ ആ ടോർക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ പവർ വണ്ടി ഡെലിവറി ചെയ്യുന്ന രീതി വളരെ കിടിലനാണ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് കൈ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്രീ റെവിങ് നേച്ചറാണ് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എങ്കിൽ കൂടിയും 66 km/L എന്നുള്ള ഒരു അടിപൊളി മൈലേജ് ഫിഗറും ഈ ഒരു എഞ്ചിൻ തരുമെന്നാണ് ഹീറോ ക്ലെയിം ചെയ്യുന്നത്. നമ്മുടെ റിയൽ വേൾഡ് യൂസിലും ഏകദേശം ഹീറോ പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്കും തോന്നുന്നത്. കാരണം നല്ല ഒരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഡിജിറ്റൽ റിവേഴ്സ് LCD മീറ്ററാണ്. നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഹീറോ എക്സ്ട്രീം 160 വീല് കാണുന്ന അതേ മീറ്റർ കൺസോൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കോൾ ആൻഡ് മെസ്സേജ് അല്ലെ 10/10 നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു മീറ്റർ കൺസോളിൽ ലഭിക്കുന്നതാണ്. പ്ലസ് ഒരു USB ചാർജറും കൂടി നമുക്ക് ആ ഒരു ഹാൻഡിലിൻ്റെ അടി കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു കോംബോ ആയിട്ട് തന്നെ മാറുകയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. മീറ്റർ കൺസോളിൽ നമുക്ക് ഒരു സ്പീഡോ മീറ്റർ വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്, കൂടെ തന്നെ റിയൽ ടൈം ഫ്യൂൽ കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചു തരും. ആ ടൈമിൽ നമ്മൾ നോക്കുമ്പം ഒരു 60 km/h കീപ്പ് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന സമയത്തേക്ക് ഈ പറയുന്ന പോലെ 66-70 റേഞ്ചിലേക്ക് മൈലേജ് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ പുഷ് ചെയ്ത് ഓടിക്കുകയാണ് 80 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വാഹനത്തിൽ ക്രൂസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എഞ്ചിൻ ഒട്ടും തന്നെ സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് തോന്നില്ല. ആ ഒരു സ്പീഡ്സിലൊക്കെ തന്നെ അറൗണ്ട് 55-56 km/L മൈലേജ് കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഈവൻ 2 പേരെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് തന്നെ 50 റേഞ്ചിലും വാഹനം മൈലേജ് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ടോട്ടൽ ഒരു നല്ല ഫ്യൂൽ എഫിഷ്യൻസി തരാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു റിഫൈൻഡ് ആൻഡ് സ്പോർട്ടി ക്യാരക്ടറും കൂടെ ഈ ഒരു എഞ്ചിനുണ്ട്. കൂടെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഹീറോ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വളരെ വലിപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മീറ്ററിലും കാണാൻ സാധിക്കുന്നതാണ്. ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ ഷാർപ്പ് ആൻഡ് ക്രിസ്പി ഗിയർ ബോക്സ് ഒന്നും എനിക്ക് പറയാനില്ല. എന്നാൽ ഒട്ടും മോശമല്ലാത്ത രീതിക്കുള്ള ഗിയർ ഷിഫ്റ്റ്സ് ആണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം പ്രിസൈസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫീലൊക്കെ തരുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ക്യാരക്ടറിസ്റ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്തേക്ക് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്ലച്ച് ഫീലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ലൈറ്റ് ഒരു ക്ലച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഒരുപാട് ഹെവി ക്ലച്ച് എന്നല്ല ഞാൻ പറയുന്നത്. കമ്പയറിംഗ് ടു ദ അതർ മോഡൽസ് ഇത് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്കിലും സിറ്റി ട്രാഫിക്കിലും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ സാധിക്കും ഈ ക്ലച്ച്. അതൊരു പോരായ്മയായിട്ടല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് ആണ് മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ ഈ ഒരു വാഹനം നമുക്ക് 3 കളർ ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൊബാൾട്ട് ബ്ലൂ, ഫയർ സ്റ്റോം റെഡ്, അതുപോലെ തന്നെ സ്റ്റാലിയൻ ബ്ലാക്ക്. പിന്നെ ഞാൻ മുമ്പേ മീറ്റർ കൺസോൾ പറഞ്ഞപ്പോൾ പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഇൻക്രീസും ഡിക്രീസും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.25 lakhs ആണ് ഈ ഒരു വാഹനത്തിൻ്റെ നോൺ ABS വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് വരുന്നത്. ഈ കാണുന്ന ABS വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അത് 1.33 lakhലേക്ക് കൂടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ ഒരു എക്സ്ട്രാ മണിയും കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ABS മോഡൽ തന്നെ എടുക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രണ്ടിൽ കുറച്ചുകൂടെ വലിയ ഡിസ്ക് ബ്രേക്ക് കിട്ടും, പ്ലസ് ABSൻ്റെ ആ ഒരു സുരക്ഷയും കൂടെ കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നിങ്ങൾക്ക് പറ്റിയ വാഹനമാണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു വാഹനം തന്നെയായിരിക്കും ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഫസ്റ്റ് ബൈക്ക് വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പം 18 വയസ്സായി, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി, നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ട് ആദ്യമായിട്ട് റോഡിലേക്ക് ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഒരു ന്യൂ ബൈക്ക് വേണം. എന്നാൽ നിങ്ങൾക്ക് വലിയ വലിയ ബൈക്കുകളിലേക്ക് പോകാനായിട്ട് ഉള്ള സാമ്പത്തികം ഇല്ലാതിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാതിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ് ഇത്. കാരണം നിങ്ങൾക്ക് ഇതൊരു വലിയ ബൈക്കിൻ്റെ ഫീൽ തരും, പ്ലസ് നല്ല ഫ്യൂൽ എഫിഷ്യൻസി തരും, ലോ മെയിൻ്റനൻസ് ആയിരിക്കും, അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ കാണിച്ചാൽ തന്നെ വണ്ടി അത് ഫോർഗീവ് ചെയ്തോളൂ. രണ്ടാമത്, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്. നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കും തിരിച്ച് വീട്ടിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പെട്രോൾ പ്രൈസസ് വെച്ച് നോക്കുമ്പോൾ ഒരു ലോ റണ്ണിങ് കോസ്റ്റ് ഉള്ള വാഹനം വേണം. എങ്കിൽ നിങ്ങൾക്ക് എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കംഫർട്ടിൽ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഇച്ചിരി വലിപ്പമൊക്കെ വേണം. നിങ്ങൾ കുറച്ച് വലിപ്പമുള്ള ഒരാളാണ്,
നിങ്ങൾക്ക് മാക്സിമം കംഫർട്ടിൽ തന്നെ 4 പേര് കാണുമ്പോൾ നല്ലൊരു ബൈക്കാണെന്ന് പറയണം എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റിയൊരു വാഹനമാണ് ഈ ഒരു എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ടെൻഷനൊന്നും കൂടാണ്ട് വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണ്. കാരണം ഇതൊരു 125cc ബൈക്കാണ്, അതിനനുസരിച്ചുള്ള പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്നോ ഉള്ള പേടിയോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ബിഗിനേഴ്സിനും എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണിത്. പിന്നീട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു 40 വയസ്സ് വരെയുള്ള യങ് കമ്മ്യൂട്ടേഴ്സിനെയാണ് ഹീറോ ഈ ഒരു വാഹനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതായത് വീക്കെൻഡ് ടൂറിങ്ങോ ലോങ് ടൂറിങ്ങോ ഒന്നുമല്ല ഇതും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡേ ടു ഡേ ലൈഫിലെ ഡെയിലി ഓട്ടം വളരെ കംഫർട്ടബിളായിട്ട് സ്പോർട്ടി ആയിട്ട് എൻജോയ് ചെയ്ത് എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വാഹനം എന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾ ഈ ഒരു വാഹനത്തെ കാണേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ടെസ്റ്റ് റൈഡ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലുപരി നിങ്ങൾ ഓടിച്ച് നോക്കിയാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടെസ്റ്റ് റൈഡ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ BH ഹീറോ പത്തനംതിട്ടയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ വാഹനങ്ങൾ ടെസ്റ്റ് റൈഡ്സിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിൽ ചെന്ന് വണ്ടി നേരിട്ട് കാണാനും അവസരമുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഷോറൂമിലേക്ക് ചെല്ലുക, വാഹനത്തിൻ്റെ ടെസ്റ്റ് റൈഡ് എടുക്കുക. അപ്പം ഈ ഒരു വാഹനം ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ യൂസർ സൈഡ് ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ഇടുക. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ് എ യൂസർ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ആഡ് ഓൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് അതെന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചൂടത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കണ്ടൻസ് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാമോ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. നമുക്ക് കിട്ടാനുള്ളതായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ക്വാളിറ്റിയിൽ ഇത്ര എഫേർട്ടിൽ ഈ വീഡിയോ കാണില്ലായിരുന്നു. സോ നിങ്ങൾക്കും നമുക്കും ഒരേപോലെയുള്ള ബെനിഫിറ്റ്സ് ഇതിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഈ ചൂടും കാര്യങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് കണ്ടൻസ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം അത് ഇഷ്ടപ്പെടുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കുക. പിന്നെ നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ ഫോട്ടോസും റീൽസും ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടെയും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കുക. സെയിം പേര് തന്നെയാണ് നമുക്ക് അവിടെയുള്ളത്, വണ്ടി മലയാളം. അപ്പോൾ അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ മീ നിജിൻ സൈനിങ്.